വരിക വരിക സഹജരെ മനുഷ്യ സോദരങ്ങളെ, മഹീദിൽ പ്രശാന്തി തൻ പ്രഭ ചൊരിഞ്ഞു നീയിടാം. മാനസ ഇരുട്ടിടും പകപ്പുകച്ചുരുളുകൾ പകുത്തു നീക്കി സ്നേഹ നീർത്തളിച്ചിടാം സഹജരെ. നന്മയില്ലടി നിരന്ന് തിന്മയെ തുരത്തുവാൻ മാർഗദീപമേന്തി വന്ന ബാലവേദിയം വസം ബാലവേദിയം. യാത്ര, കാതങ്ങളും ദൂരങ്ങളും താണ്ടിയുള്ള യാത്ര, അറ്റമില്ലാത്ത അന്വേഷണവും അതിരിടാൻ കഴിയാത്ത അഭിവാഞ്ചയുമായി, അശ്വമേധങ്ങളും അധിനിവേശങ്ങളുമായി ഭൂഖണ്ഡങ്ങളും വൻകരകളും പ്രദക്ഷിണം ചെയ്ത ചക്രവർത്തിമാർ, പായക്കപ്പലുകളും പത്തേമാരികളും സഞ്ചാരപഥമായി മാറിയ പഴയ കാലം, നഗ്നപാതരായി നാഴികക്കല്ലുകൾ പിറകിലേക്ക് തള്ളിയ സഞ്ചാര നാളുകൾ, മഹാസമുദ്രങ്ങളിൽ മത്സ്യങ്ങളും പർവ്വതങ്ങൾക്കുള്ളിൽ പറവകളും കാനനങ്ങളിൽ കാട്ടുമൃഗങ്ങളും അനുയാത്ര നടത്തുന്ന മനുഷ്യൻ, ശിലായുഗത്തിലെ പ്രാകൃതനിൽ നിന്ന് കലിയുഗത്തിലെ സാക്ഷരനിലേക്കുള്ള ദൂരം യാത്രകളുടേതും ത്യാഗം മുറ്റിനിന്ന സഞ്ചാരങ്ങളുടേതുമാണ്. ഗിരിശൃംഗങ്ങളിലും പർവ്വത ശിഖരങ്ങളിലും പുൽമേടുകളിലും പച്ചപ്പടർപ്പുകളിലും സമുദ്രങ്ങളിലും വിശാലതയേറിയ സമതലങ്ങളിലും മരുപ്പച്ചകളിലും മണൽക്കാടുകളിലും നദിക്കരകളിലും കായലോരങ്ങളിലും നിരന്തരമായ യാത്രകളിലും പാദമുദ്ര പതിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. മാനവരാശിയുടെ ചരിത്രം യാത്രകളുടെ ചരിത്രമാണ്. വഴിപോക്കരുടെയും സഞ്ചാരികളുടെയും ചരിത്രം. ജലപാതകളിലും കരമാർഗങ്ങളിലും മാത്രമല്ല, വായുവിലൂടെയും മനുഷ്യൻ ദൂരങ്ങൾ കീഴടക്കി. നടന്നു നടന്നു തളർന്നപ്പോൾ അവൻ വാഹനങ്ങൾ നിർമ്മിച്ചു. ചക്രങ്ങളുടെ കണ്ടുപിടുത്തം ദൂരങ്ങൾ തമ്മിലുള്ള അകലം കുറച്ചു. ഭൗമമണ്ഡലത്തിന്റെ വേലിക്കെട്ടുകൾ നുകർന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും പലവട്ടം വായുമണ്ഡലത്തിന്റെ വിശാലതയിലേക്കും മനുഷ്യൻ യാത്ര നടത്തി. ആദിമ തലമുറ മുതൽ ഇന്നുവരെ മനുഷ്യൻ നടത്തുന്ന നിരന്തരമായ യാത്രകളിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ജീവിതയാത്രയിൽ അവൻ തേടി അലയുന്നത് എന്താണ്? ദാർശനികരും മനഃശാസ്ത്രജ്ഞരും പഠനത്തിലൂടെ ഗവേഷണത്തിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പൊരുൾ തേടലാണ്. മൗലികമായ ജീവിത രഹസ്യം അറിയാൻ കൊതിച്ച് ജീവിതത്തിന്റെ വിഹ്വലതകളിൽ നോവിന്റെയും നൊമ്പരങ്ങളുടെയും നെരിപ്പോടിനുള്ളിൽ നീറിപ്പുകയുമ്പോൾ, അസ്വസ്ഥതയും അശാന്തിയും ഉറക്കം കെടുത്തുമ്പോൾ, അന്നും ഇന്നും മനുഷ്യൻ ആഗ്രഹിച്ചത് ശാന്തിയുടെ ശാദ്വല തീരത്ത് സമാധാനത്തിന്റെ ഒരൽപ്പം തെളിനീര് മാത്രം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വിദ്യാഭ്യാസ രംഗത്തെ കുതിച്ചുചാട്ടം നമുക്ക് നേടിത്തന്നത് എന്താണെന്ന്? കുന്നുകൂടി കിടക്കുന്ന സാക്ഷ്യപത്രങ്ങൾ, ആരുടെ മുന്നിലും നിരത്തിവെക്കാവുന്ന തരത്തിലുള്ള അക്കാദമിക യോഗ്യതകൾ, ജീവിതവും ബാധ്യതകളും വിദൂരതയിലേക്ക് മാറി. കേവലം യന്ത്രചലനങ്ങളായി ആയുസ് തീർക്കുന്ന മനസ്സു മരവിച്ച തലമുറ മാത്രമാണോ നമ്മുടെ സമ്പാദ്യം? വാർത്താവിനിമയ രംഗത്തെ കുതിപ്പ് തമ്മിൽ അടുപ്പിക്കേണ്ടതിന് പകരം മനുഷ്യരെ കൂടുതൽ അകലങ്ങളിലേക്ക് അകറ്റി. മൂന്നാം തലമുറ മൊബൈൽ ഫോണുകൾ സൃഷ്ടിക്കുന്നത് ഒരു പ്രത്യേകതരം ജീവിവർഗത്തെയാണ്. കയ്യിൽ സദാ മിടിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലും ചെവിയിൽ തിരുകിയ സാമഗ്രികളും ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പ്രതീതിയാണ് സൃഷ്ടിക്കുന്നത്. ജീവിതത്തിന്റെ സാരം സംസാരമാണെന്ന് മൊബൈൽ ശൃംഗാരങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്യാമ്പസ് ഫെസ്റ്റുകൾ മുതൽ കുടുംബ സംഗമങ്ങൾ വരെ മദ്യത്തിന്റെയും മദിരാക്ഷിയുടെയും മഹോത്സവ വേദികളായി നിറം കെട്ടുപോകുന്നു. മൊബൈൽ ക്യാമറകൾ തുറന്നുവെക്കുന്ന കഴുകൻ കണ്ണുകൾ സ്വകാര്യത എന്ന അവകാശത്തെ പറ്റിയുള്ള അവസാനത്തെ പ്രതീക്ഷയും തകർത്തെറിയുന്നു. ലാഭനഷ്ടങ്ങളുടെ കണക്ക് മാത്രം അഭ്യസിച്ചവർക്ക് മുന്നിൽ മാതാപിതാക്കളും മഹിത ബന്ധങ്ങളും പാഴ്ചെലവിന്റെ പട്ടികയിൽ അധിക ഭാരങ്ങളായി ഇടം പിടിക്കുന്നു. പണം പണം, എനിക്കതൊന്നു മാത്രം എന്ന് ചിന്തിക്കുന്നവർക്ക് വിഹിതമല്ലാത്ത വഴികളും ഉചിതമല്ലാത്ത ശീലങ്ങളും അസാമാന്യ മെയ്വഴക്കത്തിന്റെയും വാഗ്വൈഭവത്തിന്റെയും ദിനസരികളായി പരിണമിക്കുന്നു. വഴിമാറി നടക്കുന്ന വിദ്യാർത്ഥികളും അബദ്ധസഞ്ചാരം നടത്തുന്ന യുവാക്കളും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമല്ലേ? അവർ കടന്നു വരുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നല്ലേ? അവരിൽ പലരും നമ്മുടെ സ്വന്തം മക്കളല്ലേ? അതല്ലെങ്കിൽ ആ കുട്ടികൾക്കും ഉണ്ടാവില്ലേ നമ്മെപ്പോലെ ഒരു ഉമ്മയും ബാപ്പയും? നിങ്ങളുടെ ഉത്തരം എന്തു തന്നെയാകട്ടെ, നാം ഓരോരുത്തരും നാളെ നാഥന്റെ സന്നിധിയിൽ മറുപടി പറയേണ്ടി വരും. പരസ്പരം പഴിചാരാനല്ല ഇത്രയും പറഞ്ഞത്. പ്രശ്നങ്ങളുടെ ഭാരം താങ്കളുടെ ചുമലിൽ വെച്ച് തടിയൂരാനല്ല. ഇവിടെ നമുക്ക് അല്പം സമയം ചെലവഴിക്കാം. നമ്മുടെ കാലത്ത് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി ശ്രമം നടത്താം.
MSM കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ, ഇഖ്റ തുടർ മതവിദ്യാഭ്യാസ പദ്ധതി. പ്രത്യേകതകൾ: കേന്ദ്രീകൃതവും സമയബന്ധിതവുമായി നടപ്പാക്കപ്പെടുന്ന സമാന്തര മതവിദ്യാഭ്യാസ പദ്ധതി. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അധ്യാപനം. വിശ്വാസ കർമ്മ സംസ്കരണ രംഗങ്ങളെ സമഗ്രമായി സ്പർശിക്കുന്ന മികച്ച സിലബസ്. പഠിതാക്കളെയും പാഠ്യപദ്ധതിയെയും പരീക്ഷാക്രമങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള പഠനക്രമവും അധ്യാപന സമീപനവും. മതപരമായ വിഷയങ്ങളിൽ പ്രായോഗികമായ പരിശീലനങ്ങൾ. സംസ്ഥാന വ്യാപകമായി ഒരേ സമയക്രമവും സിലബസും പാലിക്കുന്ന ധാർമ്മിക തുടർ പഠനം.